നമസ്തേ പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ കിഷോർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ദുബായിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണം ഏപ്രിൽ പകുതി വരെ തുടരും. പുതുതായി സ്ഥിരീകരിച്ചത് 3000-ലേറെ കേസുകൾ. സംസ്ഥാനത്ത് കൊറോണ വാക്സിൻ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ലഭ്യമാകും. ഈടാക്കുക 250 രൂപ. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് മുന്നണികൾ. ഘടകകക്ഷികൾക്ക് വഴങ്ങി CPM. UDF സീറ്റ് വിഭജനം അടുത്ത ആഴ്ചയോടെയെന്ന് ചെന്നിത്തല. ആദ്യഘട്ട സ്ഥാനാർത്ഥികൾ ഒരാഴ്ചയ്ക്കുള്ളിലെന്ന് വി മുരളീധരൻ. LDF UDF രഹസ്യധാരണയെന്ന് കെ സുരേന്ദ്രൻ. ആവേശം വിതറി വിജയയാത്ര തൃശൂർ ജില്ലയിൽ. RSS കേരള പ്രാന്ത സംഘചാലകായി അഡ്വക്കേറ്റ് കെ ബാലറാമിനെ തെരഞ്ഞെടുത്തത് സംസ്ഥാന പ്രതിനിധി സഭ. PEB മേനോൻ സ്ഥാനമൊഴിഞ്ഞത് ആരോഗ്യ കാരണങ്ങളാൽ. ഭക്തിനിർഭരമായി അനന്തപുരി. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. സംസ്ഥാനത്തുടനീളം വീടുകളിൽ പൊങ്കാലയർപ്പിച്ചു. SDPIക്കെതിരായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പൂഴ്ത്തി സംസ്ഥാന സർക്കാർ. ആഭ്യന്തര സുരക്ഷാ അന്വേഷണ സംഘത്തിൻ്റേത് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളിൽ നടപടിയില്ല. SDPI പ്രവർത്തകർ അരുങ്കൊല ചെയ്ത നന്ദുവിന്റെ കുടുംബത്തിന് ആശ്വാസവുമായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വാളയാറിൽ നീതി നിഷേധത്തിനെതിരെ തലമുണ്ടനം ചെയ്ത് അമ്മയുടെ പ്രതിഷേധം. തന്റെ ഗതികേട് ഒരാൾക്കുമുണ്ടാകരുതെന്ന് അമ്മ. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെ 140 മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തും. സർക്കാർ വഞ്ചനയിൽ പ്രതിഷേധം കടുപ്പിച്ച് സമരസമിതി. വാർത്തകൾ വിശദമായി. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി ദുബായിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണം ഏപ്രിൽ പകുതി വരെ തുടരും. അതേസമയം 24 മണിക്കൂറിനിടെ UAEയിൽ 3000-ലേറെ പുതിയ കൊറോണ കേസുകളും 15 മരണവും റിപ്പോർട്ട് ചെയ്തു. ദുബായിൽ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ നീട്ടി. ഫെബ്രുവരി മുതൽ നിലവിൽ വന്ന നിയന്ത്രണങ്ങൾ ഏപ്രിൽ പകുതി വരെ തുടരും. പബ്ബുകളും ബാറുകളും അടച്ചിടുക. റെസ്റ്റോറന്റുകളും കഫേകളും പുലർച്ചെ 1 വരെ മാത്രം പ്രവർത്തിക്കുക. മാളുകൾ, സ്വകാര്യ ബീച്ചുകൾ എന്നിവിടങ്ങളിൽ 70% പേർക്കും, സിനിമാ തിയേറ്റർ, വിനോദ കേന്ദ്രങ്ങൾ, കായിക വേദികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ 50% പേർക്കും മാത്രം പ്രവേശനം അനുവദിക്കുക തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് തുടരുക. ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തലവനായ ദുബായ് അടിയന്തര ദുരന്ത നിവാരണ സുപ്രീം കമ്മിറ്റിയാണ് നിയന്ത്രണങ്ങൾ തുടരാനുള്ള തീരുമാനമെടുത്തത്. കൊറോണ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടതെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം UAEയിൽ കൊറോണ ബാധിതരായ 15 പേർ കൂടി കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചതായും 3434 പേർക്ക് പുതുതായി രോഗം ബാധിച്ചതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം 2171 പേർ രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം 3,80,594 ഇതിൽ 3,79,708 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ആകെ മരണം 1213. രാജ്യത്ത് പുതുതായി 1,85,599 പേർക്ക് കൊറോണ പരിശോധന നടത്തിയതോടെ ആകെ പരിശോധന 30.4 ദശലക്ഷം പിന്നിട്ടതായി അധികൃതർ വ്യക്തമാക്കി. ജനം, ദുബായ്. കുവൈറ്റിൽ കൊറോണ വൈറസ് വ്യാപന വർധനവ് തുടരുന്നു. ഇന്ന് പുതുതായി 844 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 5704 പേരിൽ സ്രവ പരിശോധന നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 6 പേരാണ് ഇന്ന് മരണമടഞ്ഞത്. ഇതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 1078 1064 പേർ ഇന്ന് രോഗം ഭേദമായി ആശുപത്രി വിട്ടു. നിലവിൽ ചികിത്സയിൽ തുടരുന്ന 10,615 പേരിൽ 158 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. സൗദി അറേബ്യയിൽ 338 പുതിയ കൊറോണ വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചു. 5 മരണം കൊറോണ മൂലമെന്ന് സ്ഥിരീകരിച്ചു. 320 പേർക്ക് രോഗമുക്തിയും ഉണ്ടായി. സൗദി അറേബ്യയിൽ 338 പുതിയ കൊറോണ വൈറസ് കേസുകളും 5 മരണങ്ങളും കൂടി ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തി. കൂടാതെ 320 രോഗമുക്തിയും കൂടി രേഖപ്പെടുത്തിയതോടെ രാജ്യത്ത് സ്ഥിരീകരിച്ച അണുബാധകളുടെ എണ്ണം 3,77,061 മരണസംഖ്യ 6,488 രോഗമുക്തി 3,68,11 കടന്നു.
റിയാദ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അണുബാധകൾ രേഖപ്പെടുത്തിയത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2562 കുറഞ്ഞു. അതിൽ 475 എണ്ണം ഗുരുതരമാണ് എന്നും മന്ത്രാലയം അറിയിച്ചു. ജനം, റിയാദ്. ജോലി നഷ്ടപ്പെട്ട് കുവൈറ്റിൽ കുടുങ്ങിയ തിരുവനന്തപുരം സ്വദേശിനിയെ നാട്ടിലെത്തിച്ചു. ടെക്സാസ് കുവൈറ്റും വിസ്മയ ആർട്സ് ആൻഡ് സോഷ്യൽ സർവീസിൻ്റെയും സംയുക്ത സഹായ ഫലമായാണ് പ്രതിസന്ധിയിലായിരുന്ന ഓമന ജോസഫിന് നാട്ടിലെത്താനായത്. വിമാന ടിക്കറ്റും യാത്രയ്ക്കാവശ്യമായ ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യുന്നതിനായി മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സഹായങ്ങളാണ് സംഘടനകൾ ചെയ്തു നൽകിയത്. കൊറോണ സാഹചര്യത്തിൽ ജോലി നഷ്ടമാവുകയും വാടക കൊടുക്കാൻ കഴിയാതെയും പ്രയാസത്തിലായ ഓമന ജോസഫിന് സഹായം എത്തിച്ചു നൽകിയ സംഘാടകർക്ക് അവർ നന്ദി അറിയിച്ചു. കുവൈറ്റ് വിമോചന ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഹരിപ്പാട് പ്രവാസി അസോസിയേഷനും BDKയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അജി കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. സുവി അജിത് ഉദ്ഘാടനം ചെയ്തു. കലേഷ് ബി പിള്ള, സിബി പുരുഷോത്തമൻ, ജയകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 150ഓളം ദാതാക്കൾ പങ്കെടുത്തു. കൊറോണ പശ്ചാത്തലത്തിൽ ബ്ലഡ് ബാങ്കിൽ രക്തദൗർലഭ്യം നേരിടുന്നതിനാൽ സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നത്. അദാനിൽ നടന്ന ക്യാമ്പിൽ രഘുപാൽ സ്വാഗതവും ബിനു യോഹന്നാൻ നന്ദിയും പറഞ്ഞു. കുവൈറ്റ് നായർ സർവീസ് സൊസൈറ്റി മന്നം സമാധി ദിനം ആചരിച്ചു. ഓൺലൈനായി നടന്ന അനുസ്മരണ ചടങ്ങിൽ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി ഗുണപ്രസാദ്, കരയോഗം കോർഡിനേറ്റർമാർ, മറ്റു ഭാരവാഹികളും സമുദായ ആചാര്യനെ അനുസ്മരിച്ചു. ട്രഷറർ നിഷാദ് മേനോൻ നന്ദി അറിയിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ ഭവൻസ് 15ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഓൺലൈനായി നടന്ന ആഘോഷ പരിപാടി ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ദിവ്യ രാജേഷ്, ചെയർമാൻ NK രാമചന്ദ്രൻ മേനോൻ, വൈസ് ചെയർമാൻ സൂരജ് രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. വൈസ് പ്രിൻസിപ്പൽമാരായ അൻസെൽമ ടെസെ, മീനാക്ഷി നയ്യാർ, ലളിത പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രവാസികളുടെ പ്രതികരണമാണിനി. പ്രതീക്ഷകളും ആശങ്കകളും പ്രവാസികൾ പങ്കുവയ്ക്കുകയാണ് പ്രവാസി ശബ്ദത്തിലൂടെ. പ്രവാസികൾ ഏറ്റവും അധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വർഷങ്ങളായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അവിടെ സഹായകരമായി നിൽക്കേണ്ട കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പ്രവാസികളെ വേണ്ട വിധത്തിൽ ഗൗനിക്കുകയുണ്ടായില്ല. പ്രത്യേകിച്ചും പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ കൈത്താങ്ങാവേണ്ട ഉപകാരങ്ങൾക്ക് പകരം കൂടുതൽ കർശന നിർദ്ദേശങ്ങൾ പ്രവാസികൾക്ക് മേൽ കൊണ്ടെത്തിക്കുകയായിരുന്നു ചെയ്യുന്നത്. ജോലി നഷ്ടപ്പെട്ടും മറ്റു ഘട്ടങ്ങളിലൊക്കെ തിരിച്ചു വന്ന ആളുകളുടെ കണക്കെടുക്കുക എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ ഇതുവരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശവും കേരള സംസ്ഥാന സർക്കാരുകളിൽ നിന്നുണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും നമ്മുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. പ്രവാസികൾക്ക് പ്രോക്സി വോട്ടും മറ്റൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു എന്നല്ലാതെ കാര്യമായി ഒച്ചിന്റെ വേഗതയിലാണ് ആ വോട്ടവകാശ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ഇതിനൊക്കെ എതിരെയുള്ള ഒരു പ്രതിഷേധമായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രവാസി സമൂഹത്തിൻ്റെതായി ഉണ്ടാവുക. തീർച്ചയായും പ്രവാസികളെ ഗൗനിക്കുന്ന നല്ല ഒരു ഗവൺമെന്റ് തീർച്ചയായും പ്രവാസികൾക്കായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കാനുള്ളത്. പ്രവാസി ശബ്ദത്തിൽ ഇനി ബാബുജി ബത്തേരിയുടെ പ്രതികരണമാണ്. ഏതൊരു രാജ്യത്തെയും വികസനത്തിന്റെ അടിസ്ഥാനം അവിടുത്തെ കർഷകരും പ്രവാസികളുമാണ്. പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ പരിഗണിക്കുമ്പോൾ പ്രവാസികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വികസന ചിന്ത നമുക്ക് പാടില്ല. കേരളത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന പ്രവാസികൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടന പത്രികയായിരിക്കണം എല്ലാ പാർട്ടികളും രൂപീകരിക്കേണ്ടത്. ഓരോ 2 വർഷം പൂർത്തിയാക്കിയ പ്രവാസിക്കും കുറഞ്ഞത് 10,000 രൂപ പെൻഷൻ അനുവദിക്കുന്ന ഒരു സ്കീമിന് രൂപം കൊടുക്കണം. വിദേശത്തേക്ക് പോകുന്ന ഓരോ പ്രവാസിക്കും കുറഞ്ഞത് 10 ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ടാകണം. ഇപ്പോൾ വിദേശത്ത് നിന്ന് നിരവധി ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. പ്രവാസികളുടെ
സംരംഭങ്ങൾക്ക് അതിന് നൂലാമാലകൾ ഉണ്ടാകാതിരിക്കാൻ പ്രവാസി സംരംഭകർക്കായി പ്രത്യേക വ്യവസായ സോണുകൾ, വ്യവസായ പാർക്കുകൾ പ്രഖ്യാപിക്കണം. അവരുടെ സംരംഭക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ഏകജാലക സംവിധാനം രൂപപ്പെടുത്തണം. വിദേശത്ത് നിന്ന് എത്തിച്ചേരുന്ന പ്രവാസികളുടെ സ്കിൽ ബാങ്കുകൾ രൂപീകരിക്കുവാനായി ഗവൺമെന്റ് തയ്യാറാകണം. പ്രവാസികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ ഒരു പ്രവാസി ബോർഡ് രൂപീകരിക്കുവാനായിട്ട് കഴിയണം. ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്താൽ മാത്രമേ പ്രവാസികളെ മുൻപോട്ട് കൊണ്ടുവരാൻ കഴിയൂ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അവസാനമായി PCR ടെസ്റ്റിന് പോലും പ്രവാസികളിൽ നിന്ന് തുകയീടാക്കുന്ന ഈ കരിനിയമം പിൻവലിക്കണം. കാരണം തിരിച്ചു വരുന്ന പ്രവാസികൾ എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവരെ വീണ്ടും വീണ്ടും പിഴിയുന്ന രീതി ഗവൺമെന്റുകൾ മാറ്റണം, മാറിച്ചെന്തിരിക്കണം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള പ്രകടന പത്രികയിൽ എല്ലാ പാർട്ടികളും പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ് ഒരു പ്രവാസി എന്ന രീതിയിൽ. ഓസ്ട്രേലിയയിലെ പെർത്തിൽ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ചു. തുടർച്ചയായി 4ാം തവണയാണ് പൊങ്കാല ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിരവധി ഭക്തരാണ് പൊങ്കാല അർപ്പിച്ചത്. റിപ്പോർട്ട് കാണാം. സംസ്കൃതിയുടെ നേതൃത്വത്തിൽ നടന്ന 4ാമത്തെ ആറ്റുകാൽ പൊങ്കാലയാണ് ബാലഗുരു ക്ഷേത്രത്തിൽ നടത്തപ്പെട്ടത്. ഈ പൊങ്കാലയിൽ പങ്കെടുത്ത അമ്മമാർ ഈ പൊങ്കാലയെ പറ്റി 2 വാക്ക് സംസാരിക്കും. ഒരുപാട് ജനപങ്കാളിത്തത്തോടുകൂടെ നടന്ന ഒരു പൊങ്കാലയാണ് ഇപ്രാവശ്യത്തെ. തുടർച്ചയായി 4ാം വർഷം സംസ്കൃതിയുടെ നേതൃത്വത്തിൽ പെർത്തിലുള്ള ശ്രീ ബാലമുരുകൻ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ഈ പൊങ്കാല ഞങ്ങളെല്ലാവരും കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട്. ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് പൊങ്കാല നടത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇത്തവണ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്ത് ഒരു സ്ഥലത്തും പൊങ്കാല നടക്കാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അതിവിടെ നടത്താനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായി. അതിന് എന്നും ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ പൊങ്കാലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ ജനറേഷൻ നമ്മളുടെ സംസ്കാരം കൊണ്ട് പൊങ്കാല ഇടാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ന്യൂ ജനറേഷനിൽ ഓസ്ട്രേലിയയിൽ തന്നെയാണെങ്കിൽ പൊങ്കാല ഇടാൻ പറ്റിയ ഒരു ഭാഗ്യം തന്നെയാണ്. അതിൻ്റെ ഒരു ടീമിൻ്റെ പാർട്ടാവാൻ പറ്റിയത് നല്ലത്. താങ്ക് യു. മസ്കറ്റ് ആധ്യാത്മിക സമിതിയുടെ നേതൃത്വത്തിൽ ആറ്റുകാൽ അമ്മയ്ക്ക് ഭക്തർ പൊങ്കാലയർപ്പിച്ചു. ലക്ഷ്മി സേതുരാജിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പൊങ്കാലയിൽ ലക്ഷ്മി അജിത്, സരസ്വതി ബോസ് തുടങ്ങി 50-ലധികം കുടുംബങ്ങൾ പങ്കെടുത്തു. UAE-യിലെ വീടുകളിലും ഭക്തർ പൊങ്കാലയർപ്പിച്ചു. RSS കേരള പ്രാന്ത സംഘചാലകായി അഡ്വക്കേറ്റ് KK ബാലറാമിനെ തെരഞ്ഞെടുത്തു. കൊച്ചി ഭാസ്കരീയത്തിൽ നടന്ന RSS സംസ്ഥാന പ്രതിനിധി സഭയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കണ്ണൂർ വിഭാഗ് സംഘചാലക് അഡ്വക്കേറ്റ് CK ശ്രീനിവാസൻ വരണാധികാരിയായിരുന്നു. പാലക്കാട് വിഭാഗ് സംഘചാലക് VK സോമസുന്ദരം നിർദ്ദേശിച്ചു. പ്രാന്ത ബൗദ്ധിക് പ്രമുഖ് KP രാധാകൃഷ്ണൻ, തൃശൂർ വിഭാഗ് സംഘചാലക് KS പത്മനാഭൻ എന്നിവർ പിന്താങ്ങി. ആരോഗ്യപരമായ കാരണങ്ങളാൽ PEB മേനോൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ സംഘചാലകിനെ തിരഞ്ഞെടുത്തത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പമ്പ പരിരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയുമായ തൊട്ടപ്പുഴശ്ശേരി പ്രശാന്തിയിൽ NK സുകുമാരൻ നായർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 3-ന് വീട്ടുവളപ്പിൽ നടക്കും. ദീർഘകാലം KSCB പദ്ധതികളിൽ എഞ്ചിനീയറായിരുന്നു. പമ്പ പഠനത്തിനായി സ്ഥാപിച്ച പൂവത്തൂർ പരിസ്ഥിതി പഠന കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. JJ പീറ്റർ അവാർഡ്, PS ഗോപിനാഥൻ നായർ അവാർഡ്, വനമിത്ര പുരസ്കാരം, പരിസ്ഥിതി മിത്ര അവാർഡ്, ഫാദർ മാത്യു വാണിശ്ശേരിൽ പരിസ്ഥിതി അവാർഡ്, സത്കർമ്മ പുരസ്കാരം, നാഷണൽ വാട്ടർ മിഷൻ ദേശീയ അവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്കത്തട്ടൊരുങ്ങി. പ്രശ്നബാധിത ബൂത്തുകളിലെ സുരക്ഷാ ചുമതലയിൽ നിന്ന് കേരള പോലീസിനെ ഒഴിവാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. പൂർണ്ണ ചുമതല കേന്ദ്രസേനയ്ക്കായിരിക്കും. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകും. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 5 ജില്ലകളെ നക്സൽ ബാധിത മേഖലയായി പരിഗണിച്ചാകും വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ഇത്തവണ 40,771 പോളിംഗ് ബൂത്തുകളാണ് ആകെ സജ്ജീകരിക്കുന്നത്. 1,280 ബൂത്തുകളാണ് ഇതിൽ പ്രശ്നബാധിതം.
പ്രശ്നബാധിത ബൂത്തുകളുടെ പൂർണ്ണ സുരക്ഷാ ചുമതല കേന്ദ്രസേനയ്ക്കായിരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ക്രിട്ടിക്കൽ വൾണറബിൾ LWE അഫക്റ്റഡ് ഏരിയാസിലെ പോളിംഗ് ബൂത്ത്സിലെ കേരള പോലീസിൻ്റെ ആൾക്കാരെ നമ്മൾ ആ ബൂത്തിൽ ഒഴിവാക്കും. ഈ കാറ്റഗറിയിലുള്ള ബൂത്ത്സിലെ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സേജിൻ്റെ ആൾ തന്നെ ഗേറ്റിൽ ഉണ്ടായിരിക്കും. കേരള പോലീസിൻ്റെ ആൾക്കാരെ പുറത്ത് ആയിരിക്കും. 50% ബൂത്തുകളിൽ ഇത്തവണ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും. കള്ളവോട്ട് തടയാതിരുന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനും നിയമ നടപടികളും നേരിടേണ്ടി വരും. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും ടിക്കാറാം മീണ പറഞ്ഞു. ആരെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ എന്തെങ്കിലും ഒരു ആളെ അവിടെ എന്തെങ്കിലും ഒരു കാര്യം കള്ളവോട്ടിന് ശ്രമിച്ചാൽ ശക്തമായിട്ട് തടയേണ്ടതാണ്. അവിടെ മിണ്ടാപ്രാണി പോലെ ഈ പോളിംഗ് ഓഫീസേഴ്സ് അവിടെ ഇരിക്കാൻ പാടില്ല, ഒത്താശ ചെയ്യാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, there will be suspension and prosecution of such officers. കൊറോണ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാകും തെരഞ്ഞെടുപ്പ് നടത്തുക. കൊട്ടിക്കലാശത്തിനുൾപ്പെടെ ഇത് പാലിക്കേണ്ടി വരും. ലംഘിക്കുന്നവർ ശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് തെരഞ്ഞെടുപ്പ്. നക്സൽ ബാധിത മേഖലകളിൽ ഇത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കൂടുതൽ വിഭാഗത്തിന് ഇത്തവണ പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ടിക്കാറാം മീണ അറിയിച്ചു. ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തി ഉത്തരവിറക്കാൻ ഇനി സർക്കാരിന് കഴിയില്ലെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രതികരണം. No new decisions, no policy decisions can be taken without the permission of the Election Commission. ജനം, തിരുവനന്തപുരം. ബിജെപിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്ത് ബിജെപിക്കെതിരെ CPM-ഉം കോൺഗ്രസും ധാരണയിലാണ്. 20 സീറ്റുകളിൽ CPM കോൺഗ്രസ് ധാരണയെന്നും അദ്ദേഹം ആരോപിച്ചു. ഭീകരവാദ ശക്തികളോട് സർക്കാരിന് മൃദു സമീപനമാണ്. സർക്കാരിന്റെ പരാജയമാണ് ഭീകരവാദ ശക്തികൾ തലപൊക്കുന്നതിന് കാരണമെന്നും വയലാർ കൊലപാതകം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു. ബിജെപിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ വളരെ ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ നേരത്തെ തീരുമാനിച്ചതനുസരിച്ചുള്ള പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഏതാണ്ട് 20 സീറ്റുകളിൽ CPM-ഉം കോൺഗ്രസും തമ്മിലൊരു ധാരണയുണ്ടാക്കിക്കൊണ്ട് BJP-ക്കെതിരായിട്ട് ഒരുമിച്ച് നീങ്ങാനുള്ള ഒരു ശ്രമം, ആ ശ്രമം നടക്കുന്നതായിട്ടാണ് എൻ്റെ അറിവ്. മത്സരിക്കുന്നോ? പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ മത്സരിക്കും. പ്രവാസി നേരം പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ കാണാം. നമസ്തേ.